നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കടലാക്രമണ ഭീതിയിൽ വാക്കാട് കടലോരം. സ്വകാര്യ ബസ്സുകൾക്കെതിരെ പോലീസ് മോട്ടോർ വാഹന വകുപ്പുകൾ തുടരുന്ന അന്യായ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. താനൂരിൽ ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ച് പണവും ടിക്കറ്റുകളും കൈക്കലാക്കി വിരുദ്ധൻ മുന്നിൽ. കളക്ഷൻ ഏജന്റിൽ നിന്നും പണം കവർച്ച ചെയ്ത സംഭവം. താനൂർ സ്വദേശി അറസ്റ്റിൽ. പരിയാപുരം നവയുഗ വായനശാല ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. തിരൂർ MA സെൻട്രൽ സ്കൂളിൽ ധാർമ്മിക മൂല്യബോധങ്ങളെക്കുറിച്ചുള്ള അവബോധത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. വിശദമായ വാർത്തകൾ. ശക്തമായ കാറ്റിലും മഴയിലും വാക്കാട് കടപ്പുറത്ത് കടലാക്രമണം. കടൽ സംരക്ഷണ ഭിത്തിയില്ലാത്തതിനാൽ സമീപത്തെ വീടുകൾ കടലാക്രമണ ഭീതിയിലാണ്. കഴിഞ്ഞ ദിവസം പറവണ്ണ മുതൽ വാക്കാട് വരെയുള്ള കടലോരത്ത് കടലാക്രമണമുണ്ടായി. പറവണ്ണ മുതൽ വാക്കാട് വരെയുള്ള കടലോരത്താണ് കഴിഞ്ഞ ദിവസം കടലാക്രമണമുണ്ടായത്. കടൽ ഭിത്തിയില്ലാത്ത കടലോരമായതിനാൽ ഇവിടങ്ങളിലെ സമീപ വീടുകൾ കടലാക്രമണ ഭീതിയിലാണ്. ഞാൻ വാക്കാട് അഴിക്കൽ ബീച്ചിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കടൽക്ഷോഭം ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. ഈ കാണുന്ന വീട്ടിലേക്ക് വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. ഈ വെള്ളങ്ങളൊക്കെ ഞങ്ങൾ കരക്ക് കയറ്റി. ഇനി ഇത് ഡബിൾ സ്ട്രോങ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ വെള്ളം ഏറ്റാണ്. രാത്രി വെള്ളം ഏറ്റത്തിന് ഭയങ്കര കൂടുതലായിട്ട് പ്രശ്നങ്ങൾ വരും. എന്തായാലും ഒന്ന് കെയർ ചെയ്യാൻ പറ്റണമെങ്കിൽ ചെയ്തു തരാം, അല്ലെങ്കിൽ വലിയ ഇതിലേക്ക് പോകും. പിന്നാണെങ്കിൽ ഇവിടുത്തെ സാഹചര്യങ്ങൾ വളരെ മോശമാണ്. കാലാവസ്ഥ മാറി, കടൽ ഭയങ്കര ഹൈറ്റിലേക്ക് കയറിയിട്ടുണ്ട്. എത്ര ഹൈറ്റിലേക്ക് പൊന്തി വരികയാണ്. കടലാക്രമണം ശക്തമായ വെളിയങ്കോട്ടും പാലപ്പെട്ടിയിലും 50ഓളം വീടുകളിൽ വെള്ളം കയറിയിരുന്നു. കൂട്ടായിയിൽ ശക്തമായ കാറ്റിൽ മത്സ്യബന്ധനത്തിനിടെ കൂട്ടായി സ്വദേശി ഏനിന്റെ പുരക്കൽ മുസ്തഫയുടെ ഫൈബർ വെള്ളം കടലിൽ താഴ്ന്നു. തൊഴിലാളികളെ മറ്റു വെള്ളക്കാർ സാഹസികമായി രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചു. വെട്ടം ന്യൂസ്, കൂട്ടായി. സ്വകാര്യ ബസ്സുകൾക്കെതിരെ പോലീസ് മോട്ടോർ വാഹന വകുപ്പുകൾ തുടരുന്ന അന്യായ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തിരൂർ താലൂക്ക് പ്രവർത്തക കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഗതാഗത കുരുക്ക് മൂലം സർവീസ് മുടങ്ങുന്നത് പതിവായതിനാൽ ബസ്സുകൾ വലിയ സാമ്പത്തിക നഷ്ടം നേരിടേണ്ടി വരുന്നതായി കൺവെൻഷൻ ചൂണ്ടിക്കാട്ടി. തിരൂർ സംഘം ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന ട്രഷറർ ഹംസ ഏരിക്കുഞ്ഞൻ ഉദ്ഘാടനം ചെയ്തു. ഈ കേരളത്തിൽ 34,000 സ്വകാര്യ ബസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 7,000 ആയി. അതെങ്ങനെ വന്നത്? ഈ ബസ് ഓടിച്ചു വെക്കാത്തത് കൊണ്ട് ഈ രംഗത്തുനിന്ന് ആളുകൾ പുറത്തുപോയി. മറ്റേ ലാഭമാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാലോ, ഒരു കട, ഒരു ചെറിയ പെട്ടിക്കട തുടങ്ങിയാലോ എന്ന് വലുതായി 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 വന്നിട്ട് കുറെ കടകളുണ്ടാവും. അതേമാതിരി ഏത് സ്ഥാപനമാണെങ്കിലും അതിന് നമ്മുടെ വ്യവസായത്തിന്റെ പ്രധാന കാരണം എന്താ? നമ്മുടെ വരുമാനം നിശ്ചയിക്കണ ആരാ? ബസ് കാശ് കൊടുത്ത് വാങ്ങണത് നമ്മളാ. നമ്മുടെ കാശ് കൊടുത്ത് വാങ്ങണത് നമ്മള് വല്ല പണ്ടം പണയം വെച്ചോ വീടാധാരം വെച്ചോ ഒക്കെ കടം വാങ്ങി ലോൺ വാങ്ങി അത് നമ്മൾ നടക്കും. അങ്ങനെ വാങ്ങണ ബസ് നമ്മളിതാ.
പക്ഷെ ആ ബസ്സിന്റെ വരുമാനം ആരാ നിശ്ചയിക്കണേ? ആ വരുമാനം നിശ്ചയിക്കണതിൽ നമുക്കൊരു പങ്കുമില്ല. ഇപ്പൊ ഒരു തീപ്പെട്ടി കമ്പനി ആണെങ്കിൽ, അതല്ല ഒരു മുട്ടുസൂചി ഉണ്ടാക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ, ഏത് സ്ഥാപനമാണെങ്കിലും അവരുണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന്റെ വില നിശ്ചയിക്കുന്ന ആരാ? ആ കമ്പനിയാണ്. എന്നാൽ നമ്മുടെ ഉൽപ്പന്ന ടിക്കറ്റിന്റെ നിരക്ക് ആരാണ് നിശ്ചയിക്കുന്നത്? സർക്കാരാണ്. SSLC +2 പരീക്ഷകളിൽ വിജയിച്ച ബസ്സുടമകളുടെ മക്കളെ കൺവെൻഷനിൽ ആദരിച്ചു. ഹംസ ഏരിക്കുന്നൻ ഉപഹാരങ്ങൾ നൽകി. താലൂക്ക് പ്രസിഡന്റ് മജീദ് മൈ ബ്രദർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പി ഷറഫുദ്ദീൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ അരവിന്ദൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് പക്കീസ കുഞ്ഞിപ്പ, പൊന്നാനി താലൂക്ക് പ്രസിഡന്റ് മുഹമ്മദ് അലി, സെക്രട്ടറി സുബ്രഹ്മണ്യൻ, കുറ്റിപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് റസാഖ് കുമ്മാളിൽ, വളാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് കുഞ്ഞുമൊയ്തീൻ തോട്ടത്തിൽ, മറ്റ് ഭാരവാഹികളായ ഷാനവാസ്, അഷ്റഫ് മിൻഹാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ജോയിന്റ് സെക്രട്ടറി നാസർ കൂടാത്ത് സ്വാഗതവും അരവിന്ദൻ നന്ദിയും പറഞ്ഞു. പ്രസിഡന്റായി മജീദ് മൈ ബ്രദറിനെയും സെക്രട്ടറിയായി പി ഷറഫുദ്ദീനെയും ട്രഷററായി അരവിന്ദൻ വഴുതക്കാടിനെയും തിരഞ്ഞെടുത്തു. നാസർ കൂടാത്ത്, അഷ്റഫ് TP എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും ഷാനവാസ്, കുഞ്ഞുമോൻ എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും പ്രവർത്തിക്കും. 17 അംഗം പ്രവർത്തക സമിതിയാണ് തിരഞ്ഞെടുത്തത്. വെട്ടം ന്യൂസ്, തിരൂർ. തീയതി തിരുത്തിയ ടിക്കറ്റ് നൽകി ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ച് പണവും ടിക്കറ്റുകളും കൈക്കലാക്കി ബിരുദൻ മുങ്ങി. പണവും ലോട്ടറി ടിക്കറ്റുകളും നഷ്ടപ്പെട്ട താനാളൂർ കേബുരം സ്വദേശി വടക്കുംപാട്ട് ദാസൻ താനൂർ പോലീസിൽ പരാതി നൽകി. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം. സമ്മാനാർഹമായ ദിവസത്തെ ടിക്കറ്റാണെന്ന് ധരിപ്പിച്ചാണ് സ്കൂട്ടറിലെത്തിയാൽ പണവും ടിക്കറ്റുകളും കൈക്കലാക്കിയത്. സമാനമായ സംഭവം നേരത്തെയും താനൂരിൽ ഉണ്ടായതായി നാട്ടുകാർ പറഞ്ഞു. നിർമ്മൽ ഭാഗ്യക്കുറിയുടെ 14/6/24 ടിക്കറ്റാണ് 21/6/24 ടിക്കറ്റാണെന്ന് ധരിപ്പിച്ച് ലോട്ടറി വിൽപ്പനക്കാരനിൽ നിന്നും പണവും ടിക്കറ്റുകളും കൈക്കലാക്കിയത്. 21-ാം തീയതിയിലെ ടിക്കറ്റുണ്ടെന്ന് പറഞ്ഞാണ് സ്കൂട്ടറിലെത്തിയ ആൾ ലോട്ടറി വിൽപ്പനക്കാരനായ ദാസനെ സമീപിച്ചത്. ടിക്കറ്റിന്റെ നമ്പർ നോക്കിയപ്പോൾ ആ തീയതിയിൽ 5000 രൂപ സമ്മാനമുള്ളതായി കണ്ടു. ഇതോടെ ടിക്കറ്റുമായി എത്തിയ ആൾ പണം ആവശ്യപ്പെട്ടെങ്കിലും തന്റെ അടുത്ത് ഇത്രയും തുക ഇല്ലെന്ന് പറഞ്ഞപ്പോഴാണ് 1500 രൂപയ്ക്ക് ഇയാൾ ടിക്കറ്റ് എടുക്കുന്നത്. ഇതോടെ ദാസൻ തന്റെ കയ്യിലുണ്ടായിരുന്ന 1500 രൂപയും അടുത്ത കടയിൽ നിന്നും 2000 രൂപയും വാങ്ങി ഇയാൾക്ക് നൽകുകയായിരുന്നു. വൈകിട്ട് ടിക്കറ്റ് കടയിൽ കൊടുത്തപ്പോഴാണ് തീയതി തിരുത്തിയാണ് നൽകിയെന്നറിയുന്നതെന്ന് ദാസൻ പറഞ്ഞു. കഴിഞ്ഞ തിങ്കളാഴ്ച, അതായത് 24-ാം തീയതി, എൻ്റെ അടുത്ത് ഞാനിങ്ങനെ കച്ചവടം ചെയ്യുന്ന ടൈമിന് ഒരാൾ എൻ്റെ അടുത്ത് വന്നാണ്ട് പറഞ്ഞു, ഒരു ബൈക്കിന് ഒരാൾ വന്നാണ്ട് പറഞ്ഞു, ഒരു 21-ാം തീയതിയിലത്തെ ടിക്കറ്റ് ഉണ്ട്, ഇതൊന്ന് നോക്കി തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ മൊബൈൽ എടുത്തുകൊണ്ട് ടിക്കറ്റ് നോക്കിയപ്പോൾ 5000 ഉണ്ട്. ഞാൻ പറഞ്ഞു ഇതിൽ 5000 ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ അവിടെ പോയി കടയിൽ പോയി മാറിക്കോളി എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, വേണ്ട നിങ്ങൾ മാറി തന്നാൽ ഒരു കുറച്ച് ടിക്കറ്റ് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ഞാൻ ആ ടിക്കറ്റാണ് കൊടുത്തത്. അപ്പോൾ അയാൾ 41 ടിക്കറ്റ് എൻ്റെ അടുത്ത് എടുത്ത്. അപ്പോൾ 41 ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി പൈസ കണ്ട് കൊടുക്കാനില്ലാതെ, അപ്പോൾ അവിടുന്ന് ഒരു കട, ആ ചായക്കട, ചന്ദ്രേട്ടൻ്റെ ചായക്കടയിൽ നിന്ന് ഞാനൊരു 2000 റുപ്യ വാങ്ങി. ബാക്കി കായിൻ്റെ അടുത്തുണ്ടായിരുന്നു, കൂട്ടി കൊടുത്തു. ഒരു 3500 കൊടുത്ത് 3500 കൊടുത്ത് ബാക്കി ടിക്കറ്റ് തന്നു. ഞാൻ ആ ടിക്കറ്റ് ഇട്ട് നമ്മളെ കടയിൽ പോയപ്പോൾ, കടയിൽ പോയപ്പോൾ അവർ പറഞ്ഞു, നോക്കിയാണ്ട് പറഞ്ഞു, ഇതിൽ പ്രൈസ് ഇല്ലല്ലോ, അത് പഴയ ടിക്കറ്റാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഡേറ്റ് നോക്കിയത്. ആ ഡേറ്റ് നോക്കി അപ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങോട്ട് തന്നെ വന്നുകൊണ്ട് പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞു, ഇത് ഡേറ്റ് മാറിക്കുന്നു, ഇതിൽ പൈസ ഇല്ല എന്നുള്ള തിരുത്തിക്കണം. ഇതിൽ ഡേറ്റ് തിരുത്തിയിട്ടാണ് എൻ്റെ അടുത്ത് തന്നിക്കണത്. ശാരീരികമായി ഒട്ടേറെ പ്രയാസങ്ങളുള്ളയാളാണ് ദാസൻ. മറ്റു ജോലികളൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കുടുംബം പോറ്റാൻ ലോട്ടറി ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചത്. ശോഭാക്ഷേത്രത്തിന് സമീപമാണ് മിക്ക സമയങ്ങളിലും ടിക്കറ്റ് വിൽപ്പന നടത്താറ്. ഹെൽമറ്റ് ധരിച്ചാണ് ആൾ എത്തിയതെന്നും ആളെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമെന്നും ദാസൻ പറഞ്ഞു. അമ്പലത്തിന്റെ ഇവിടെയാണ് സുഖമില്ലാതായതിന്റെ ശേഷം ഒരു വാഹനം തളർന്നു പോയതാണ്. എൻ്റെ കണ്ണിനും കാഴ്ച കുറവുണ്ട്. അതിൻ്റെ ശേഷം ഇവിടെ അമ്പലത്തിന്റെ ഇവിടെ മുന്നിൽ ഒരാഴ്ച ടിക്കറ്റ് കിട്ടുന്നു. ഇത് രാവിലെ വന്ന് പറ്റിച്ചു പോയതാണ്. ഇതിന് മുന്നേ അതേമാതിരി അപ്പുറത്തെ കടയിലുള്ള ഒരാളെയും കൂടെ അതേമാതിരി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തോ ചെയ്തതാണ്. അപ്പോൾ അവന് ഡേറ്റ് ഇത് തിരുത്തിയതിൽ അതാണ്ട് ശ്രദ്ധിച്ചില്ല. പിന്നെ കുറച്ചൊക്കെ കണ്ട് പരിചയമുള്ള ഒരാളാണെന്ന് പറഞ്ഞു. കണ്ടാലേ അറിയുള്ളൂ. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കഷ്ടമാണ്. അങ്ങനെ വിട്ടു പോയിട്ടില്ലെങ്കിലും ബുദ്ധിമുട്ടാൻ 2-3 മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് എല്ലാവരും കാര്യങ്ങളൊക്കെ ഓനാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് ഭയങ്കര ഒരു കഷ്ടമാണ്. സമാനമായ സംഭവം നേരത്തെയും താനൂരിൽ നടന്നതായും നാട്ടുകാർ പറയുന്നുണ്ട്. കാഴ്ചക്കുറവ് ഉള്ളത് കാരണം ടിക്കറ്റ് അത്ര ശ്രദ്ധിക്കാൻ ദാസന് കഴിഞ്ഞിരുന്നില്ല എന്നും പണവുമായി ഓടിയ ആളെ കണ്ടാൽ അറിയുമെന്നാണ് ദാസൻ പറഞ്ഞതെന്നും സുഹൃത്ത് പ്രദീപ് പറഞ്ഞു. വെട്ടം ന്യൂസ്, താനൂർ.
കോട്ടക്കൽ സ്വദേശി മുഹമ്മദ് അബ്ദുൾ വദൂദ് എന്നയാളിൻ്റെ കളക്ഷൻ തുകയായ 40,000 രൂപ മോഷ്ടിച്ച കേസിലെ പ്രതി പിടിയിൽ. താനൂർ മൂലക്കലിൽ വെച്ചാണ് പ്രതിയായ 24 വയസ്സുള്ള റാസിഷ എന്നയാൾ പരാതിക്കാരനായ മുഹമ്മദ് അബ്ദുൾ വദൂദിൻ്റെ പക്കൽ നിന്നും പണം മോഷ്ടിച്ചത്. മാർച്ച് 24-ലാണ് കോട്ടക്കലിലുള്ള മുഹമ്മദ് അബ്ദുൾ വദൂദ് എന്നയാളിന്റെ കളക്ഷൻ തുകയായ 40,000 രൂപ മോഷ്ടിച്ച കേസിലെ പ്രതി പിടിയിലായത്. താനൂർ മൂലക്കലിൽ വെച്ചാണ് പ്രതിയായ 24 വയസ്സുള്ള റാസിഷ എന്നയാൾ പരാതിക്കാരനായ മുഹമ്മദ് അബ്ദുൾ വദൂദിന്റെ പക്കൽ നിന്നും പണം മോഷ്ടിച്ചത്. പ്രതി മൂലക്കൽ ജംഗ്ഷനിൽ വെച്ച് പരാതിക്കാരനോട് ജോലി സംബന്ധമായ കാര്യങ്ങൾ സംസാരിച്ചു നിന്ന ശേഷം പരാതിക്കാരന്റെ പക്കൽ നിന്നും പണം കവർച്ച ചെയ്യുകയായിരുന്നു. താനൂർ പോലീസ് സ്റ്റേഷൻ SHO ജെ മാത്യുവിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ അജിത്, CPOമാരായ സുജിത്, ശ്രീഹരീഷ് എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതിയെ ഇന്നലെ താനൂർ ബ്ലോക്ക് ജംഗ്ഷനിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. പ്രതിയെ പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കി. വെട്ടം ന്യൂസ്, താനൂർ. ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പരിയാപുരം നവയുഗ വായനശാല ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. തിരൂർ റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. വിവിധങ്ങളായ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസുകൾ ഉൾപ്പെടെ അത്തരത്തിൽ ലഹരി വർജന മിഷൻ വിമുക്തിയുടെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയിട്ടുള്ള വിമുക്തിയുടെ ഭാഗമായി ഇത്തരത്തിലുള്ള ദുശീലങ്ങൾ വന്നുപെട്ടിട്ടുള്ള കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മുതിർന്നവർ വരെയുള്ളവർക്ക് അതിൽ നിന്ന് മോചിതരാകുന്നതിന് വേണ്ടിയുള്ള കൗൺസിലിംഗ് സെന്ററുകളും അതുപോലെ തന്നെ ചികിത്സ, ഇതിനെതിരെയുള്ള ഇത്തരം അടിമത്തത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയുള്ള ചികിത്സാ കേന്ദ്രങ്ങളും സംസ്ഥാന സർക്കാർ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വിമുക്തിയുടെ പേരിൽ സംസ്ഥാനത്ത് തുടങ്ങിയിട്ടുണ്ട്. പരിയാപുരം നവയുഗ് വായനശാല സംഘടിപ്പിച്ച ക്യാമ്പയിൻ ലഹരിവിരുദ്ധ തിരൂർ റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. സിവിൽ എക്സൈസ് ഓഫീസർ PB വിനീഷ് ആമുഖ പ്രഭാഷണം നടത്തി. വായനശാല പ്രസിഡന്റ് P മുരളീധരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി K സുശീലൻ സ്വാഗതവും രേഖ VP നന്ദിയും പറഞ്ഞു. K ഹരികുമാർ, സരിത VT, സുനിൽകുമാർ P, അഷ്ഫാഖ് M, പത്മജ, ശ്രീലത, അയൂബ് VA എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, വെട്ടം. തിരൂർ MA സെൻട്രൽ സ്കൂളിലെ മോറൽ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ തൃശൂർ എരുമപ്പെട്ടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും പ്രാസംഗികനുമായ ഷാഫി സ്വഭാഹി മുഖ്യ അതിഥിയായി. ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. തിരൂർ MES സെൻട്രൽ സ്കൂളിലെ മോറൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ധാർമ്മിക മൂല്യബോധങ്ങളെക്കുറിച്ചുള്ള അവബോധത്തെക്കുറിച്ച് അധ്യാപകനും പ്രാസംഗികനുമായ ഷാഫി സ്വഭാഹി ക്ലാസ് എടുത്തു. രണ്ടാമതും ആ മനുഷ്യന്റെ ചോദ്യം വന്നു, പിന്നെ ആരോടാണ്? അപ്പോഴെന്ത് പറഞ്ഞു? ഉമ്മാനോടാണ്. മൂന്നാമതും ചോദിച്ചപ്പോ ഉമ്മാനോട്. നാലാമത് ആരോടാണെന്ന് ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? ഉപ്പാനോട്. ഇനി ആ കടമകൾ എന്തുകൊണ്ടാണ് ആദ്യത്തെ 3 സ്ഥാനം ഉമ്മാക്ക് നൽകിയതെന്നറിയും. ഖുർആനിലെ മനോഹരമായ വരികൾക്കിടയിലൂടെ കടന്നു പോകുമ്പോൾ കാണാൻ സാധിക്കും, ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. പ്രയാസത്തിന്റെ മേലെ പ്രയാസം ചുമന്നിട്ടാണ് നിങ്ങളുടെ മാതാവ് നിങ്ങളെ ഗർഭം ചുമന്നതെന്നാണ്. അപ്പോൾ നമ്മൾ നല്ല കുട്ടികളായിട്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്, നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, നല്ല വസ്ത്രം ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് വീട്ടിൽ നിന്ന് ഒരുപക്ഷെ നമ്മുടെ പേരൻസിനോടൊക്കെ തിരിച്ചു പറയാൻ തൻ്റെയുള്ള രീതിയിലൊക്കെ നമ്മൾ വളർന്നു വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, വളരെ പ്രയാസപ്പെട്ടിട്ടാണ് നമ്മളുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തിക്കൊണ്ടുവന്നത്. അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം പറഞ്ഞത് ഒരു മാതാവിൻ്റെ വലിയ നൊമ്പരം, പ്രയാസത്തിന്റെ മേലെ പ്രയാസം ചുമന്നിട്ടാണ് നമ്മളുടെ അമ്മ. സ്കൂൾ പ്രിൻസിപ്പൽ മധുസൂദനൻ VP അധ്യക്ഷത വഹിച്ചു. +1 വിദ്യാർത്ഥിനി വസിയ സ്വാഗതം പറഞ്ഞു. റോസ്ബേ ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പളും മെറിഡിയൻ പബ്ലിക് സ്കൂൾ അക്കാദമി ഡയറക്ടറുമായ ഷിഫ TM മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ബെന്നി PT, സെക്കൻഡറി HM മുജീബ് റഹ്മാൻ, CCA ചീഫ് കോർഡിനേറ്റർ ഷിബു PP, മറ്റു അധ്യാപകരും വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു. +1 വിദ്യാർത്ഥിനി ആയിഷ നന്ദിയും പറഞ്ഞു. വെട്ടം ന്യൂസ്, തിരൂർ. ഇതോടെ ഈ വാർത്ത വളരെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.